അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ തുടങ്ങേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നോമ്പൊക്കെ ആകാൻ പോവുകയാണ്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഇൻട്രോയിലൊക്കെ വന്നിട്ട് നോമ്പ് തുടങ്ങാൻ പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നോമ്പിൻ്റെ കുറേ പലഹാരങ്ങളൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ചെയ്യണം, ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പിന്നെ നോമ്പ് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ഹജ്ജിനൊക്കെ പോകുന്നവരാണെങ്കിൽ ഹജ്ജിന് പോകുന്നവരുടെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഇതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹജ്ജിന് പോകുന്നവരുടെ പുതിയൊരു ആപ്പ് ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹജ്ജ് സുവിധ ആപ്പ് എന്നാണ് അതിൻ്റെ പേര്. പ്ലേ സ്റ്റോറിലുണ്ട്. ഇന്ന് മുതൽ എല്ലാവർക്കും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് അതിലുള്ള സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ന് ആ ആപ്പ് ഉദ്ഘാടനം ചെയ്തു കേട്ടോ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഹജ്ജിന് പോകുന്നവരാണെങ്കിൽ അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഹജ്ജിൻ്റെയിലും ഒരു 2 ആഴ്ച മുൻപാണ് ഇത് പ്രവർത്തനക്ഷമമാവുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് എന്തൊക്കെ സംവിധാനങ്ങളും സൗകര്യങ്ങളോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നിസ്കാര സമയം അറിയാൻ പറ്റും. പിന്നെ അതിന് മുമ്പ് ഫ്ലൈറ്റിൻ്റെ സമയം അറിയാൻ പറ്റും. പിന്നെ ഹോട്ടൽ അറിയാൻ പറ്റും, ഹോട്ടലിൻ്റെ ദൂരം അറിയാൻ പറ്റും. പിന്നെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ്, പിന്നെ നമ്മുടെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, പിന്നെ ഹോസ്പിറ്റൽ സൗകര്യം ഉള്ളത്. പിന്നെ അതിലെല്ലാത്തിലുപരി നമ്മൾ ഈ തിരക്കുള്ള ഒരു സമയത്ത് നമ്മൾക്ക് സംഭവിക്കാവുന്നതാണ്, പ്രത്യേകിച്ച് ഈ ഹജ്ജിൻ്റെ ഒരു സമയങ്ങളിലൊക്കെ നമുക്കും സംഭവിക്കാവുന്നത് നമ്മുടെ ലഗേജൊക്കെ നഷ്ടപ്പെടുക. അപ്പോൾ അത് GPS സംവിധാനത്തിലൂടെ നമുക്ക് ആ ലഗേജൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും ഇതൊക്കെയുള്ള സൗകര്യം ഉണ്ടാവും. കൂട്ടം തെറ്റി പോവുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒരുപാട് പേർക്ക് സംഭവിക്കാവുന്നതാണ്. ഈ കൂട്ടം തെറ്റി പോവുക, ഒപ്പമുള്ള ഒരാളെ മിസ് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് സഹായമാകുന്നതാണ് ഈ ആപ്പ്. നമ്മൾ 15 ദിവസം മുൻപാണ് ഇത് പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമാകുന്നത്. അപ്പോൾ ഇപ്പോഴേ എല്ലാവർക്കും അത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ആദ്യമേ തന്നെ ഞങ്ങളുടെ ശനിയാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ. അപ്പോൾ ശനിയാഴ്ച ഇന്ന് എല്ലാ ദിവസവും ഞാൻ ശനിയാഴ്ച ഉണ്ട് കൂടുതലും എല്ലാ പണികളും ഇതൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറേ തുണികളൊക്കെ കഴുകാനും ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് വെള്ള ഡ്രസ്സുകളെല്ലാം പ്രത്യേകമായിട്ട് കഴുകുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറിയാണ്. ഈ ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കിയ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സവാള ഒന്ന് ചട്ടിയിലിട്ട് ഒന്ന് വഴറ്റി ഒരു സാധാ ഒരു ചിക്കൻ കറി, എന്നിട്ട് ചിക്കൻ പൊരിക്കാതെ ഉണ്ട് ഇതിലിട്ടത്. അപ്പോൾ പിന്നെ അതിൽ കിടന്ന് സവാളയൊക്കെ വഴറ്റി പൊടികളൊക്കെ ഇട്ട് തക്കാളി, ജിഞ്ചർ ഗാർലിക് ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ മസാല പുരട്ടി വെച്ച ചിക്കനും അതിലേക്ക് ഇട്ട് അടച്ചു വെച്ച് പിന്നെ ഞാൻ തുണിയൊക്കെ കഴുകാനൊക്കെ പോയി. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേ ഇതുപോലെ നല്ല നാടൻ ചിക്കൻ കറി പോലെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം കറിയൊക്കെ പറ്റി. പിന്നെ എളുപ്പത്തിന് ഒരു നെയ്ച്ചോറും വെച്ചിട്ടാ. നെയ്ച്ചോറിൻ്റെ അരിയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുക്കറിൽ നെയ്ച്ചോറ് തയ്യാറാക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഉച്ചക്കത്തെ വിശേഷം. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങി എൻ്റെ ഇത്ത വിളിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തയുടെയൊക്കെ വീടിൻ്റെ അടുത്ത് വർഷങ്ങളായിട്ട് അവിടെ ആദ്യം മുതലുള്ളതാണ്. എൻ്റെ ചെറുതിലെയൊക്കെ ഞാൻ ഇത്തായിട്ട് പോകുമ്പോൾ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പള്ളിയിൽ ചന്ദനക്കുടം ആണുള്ളത്. അപ്പോൾ അവിടെ ധാരാളം ആളുകളൊക്കെ വരും. പിന്നെ കോവിഡ് ഇതൊക്കെ കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അത്ര ഇതായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിവിടെ പോയിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ടാണ്. മുൻപ് എൻ്റെ കല്യാണത്തിനൊക്കെ മുൻപ് ഇത്തായിട്ട് പോയി നിൽക്കുമ്പോൾ അങ്ങനെ പോയിട്ടുള്ളതാണ്. അപ്പോൾ പിള്ളേർ പറയുമായിരുന്നു ചന്ദനക്കുടം എന്താ ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് പോകണമെന്ന് കാണിച്ചതാന്നൊക്കെ പറഞ്ഞ്. പിന്നെ ആൾ വന്നപ്പോൾ 11 മണിയൊക്കെ ആയി കേട്ടോ വീട്ടിൽ വന്നത്. അപ്പോൾ 11:30 ആയി. ഇപ്പം ആൾ വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് 11:30 ആയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഒരു 11:45 12 മണി ആകാറായപ്പോഴും അവിടുത്തെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. ആളുകൾ പിന്നെ പോവുകയും ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇവിടെ മുറ്റത്ത് നിറയെ ആളുകളായിരുന്നു. അപ്പോൾ ഇത് ആലുവ എടത്തല ഒരു എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ജാറവും അവിടുത്തെ ചന്ദനക്കുടം നേർച്ചയും ഇതൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെയുള്ള പിള്ളേർക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് കാണാനും ഇതൊക്കെയാണ് പോയത്. അപ്പോൾ ഞാനും ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കമ്മലുകളും ഇതൊക്കെ കിടക്കണാണ്ട് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ടോ. അപ്പോൾ അമ്മു ഒരു ബുഷോ അങ്ങനെ എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അമ്മ വാങ്ങിച്ചു. പിന്നെ അമ്മുവിന് വള അങ്ങനെയുള്ളതൊന്നും ഇവിടുത്തൊന്നും അങ്ങനെയൊന്നും അത്ര ഇഷ്ടമല്ല. പിന്നെ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ ബോളും പാവയും തോക്കും അതിൻ്റെയൊക്കെ ഭയങ്കര കച്ചവടങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ഇവർ പിന്നെ കുറച്ച് വലുതായ കാരണം പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിക്കേണ്ടി വന്നില്ല.
പിന്നെ ഞാനിവിടെ വന്നപ്പോൾ ചെറിയൊരു കറിയൊക്കെ താളിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കത് നല്ലൊരു കൗതുകം തോന്നി. കറി താളിച്ച് പെട്ടെന്ന് നമുക്ക് ഒഴിക്കാം, ഒരു ഹാൻഡിലൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനത് വീഡിയോയിൽ പിടിച്ചില്ലെന്ന് തോന്നുന്നു നോക്കിയിട്ട്. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. അതിന് 120 രൂപയായിരുന്നു കേട്ടോ. പിന്നെ ഞാനവിടെ കറിച്ചട്ടിയുടെ ഒക്കെ അടുത്ത് വന്നപ്പോൾ നല്ല മോഡൽ ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് കരുതി ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഒരു പിടിയുള്ള ഒരു ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ കുറച്ച് ചെറുതാണത്. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളതൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാനത് വാങ്ങിച്ചില്ല. പിള്ളേർ ദേ ഇവിടെ ദഫ്മുട്ട്, കോൽക്കളി ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നിൽക്കേണ്ട അത് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബജിയൊക്കെ പൊരിക്കണത് അവിടെയൊക്കെ ആയിരിക്കും കേട്ടോ. ഞാനും ഉണ്ണിയും കൂടുതൽ നിൽക്കണത്. അപ്പോൾ അമ്മൂന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഉണ്ണിയും ഇവിടുന്ന് ബജി വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിന്ന്. അപ്പോൾ എഗ്ഗ് ബജി ഉണ്ടായിരുന്നു, അപ്പോൾ മുളക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഈ ബജിക്ക്. അപ്പോൾ ഞാൻ മുട്ട ബജി വാങ്ങിച്ചു. ഉണ്ണി പിന്നെ അവിടെ നിന്ന് മുളക് ബജി വാങ്ങിച്ചിട്ടാ. അപ്പോൾ ഞങ്ങളത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ണിക്ക് അതിൻ്റെ ആ ചട്നിയൊക്കെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതേ ഉണ്ണി ഒരു കരിക്കിൻ്റെ ഒരു ജ്യൂസ് പറഞ്ഞു. പിന്നെ ഈ എസൻസ് ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കുലുക്കിയാണ്. അപ്പോൾ അതേ ഉണ്ണി കരിക്കിൻ്റെ എസൻസുള്ള ഇതാണ് വാങ്ങിച്ചത്. പിന്നെ അമ്മ വാങ്ങിച്ചത് വേറൊരു ബ്ലൂബെറിയുടെ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് സമയം അവിടെയൊക്കെ ഒന്ന് കറങ്ങി കിടന്നപ്പോൾ തന്നെ 1 മണിയൊക്കെ ആകാറായി കേട്ടോ. അപ്പോൾ പിന്നെ നാളെ പിന്നെ എന്തായാലും ഞായറാഴ്ചയുള്ളോ എങ്ങും പോകുകയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് കരുതി പിന്നെ ഞങ്ങളവിടെ കുറച്ച് സമയം കൂടി എല്ലാം ഒന്ന് ചുറ്റിക്കണ്ടൊക്കെ നിന്നിട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു പാക്കറ്റ് ചിപ്സ് വാങ്ങിച്ചിട്ടോ. ചിപ്സ് പഴത്തിൻ്റെ ചിപ്സായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത്. 100 രൂപയായിരുന്നു കേട്ടോ ഒരു പാക്കറ്റ്. അത് വാങ്ങിച്ചോളൂ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് വെടിയും പുകയും കുലുക്കിയെന്നും പറഞ്ഞിട്ട് ഒരു കൗണ്ടർ കണ്ടത് കേട്ടോ. അപ്പോൾ അമ്മൂനൊക്കെ പിന്നെ അയ്യോ അവിടെ നിന്ന് കുടിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ ഇത് കണ്ടപ്പോൾ. അപ്പോൾ ഇവിടെ നല്ല പുകയൊക്കെ വരുന്ന രീതിയിലുള്ള കൂൾ ഡ്രിങ്ക്സും ഇതൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിറയെ കച്ചവടങ്ങൾ, പിന്നെ സാധനങ്ങൾ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ പോകാമെന്ന് പറഞ്ഞ് ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടാ. ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പൊക്കെ ആകുന്നതിന് മുൻപ് ലാസ്റ്റുള്ളൊരു കല്യാണം ഉണ്ട്. അപ്പോൾ ഞായറാഴ്ച. അപ്പോൾ ഞങ്ങളിതേ രാവിലെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ അങ്ങനെ പോയി. പിന്നെ അവിടെ ചെന്നിട്ട് കൂടുതൽ അങ്ങനെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളതുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ ഫോണിലും വാട്സപ്പിലും ഒക്കെ കുറേ തട്ടിപ്പ് കോളുകളും ഇതൊക്കെ മിക്കവർക്കും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം വരെയുണ്ട്. ഒരു സൈബർ തട്ടിപ്പുകളൊക്കെ തടയാൻ വേണ്ടി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആണ് ഈ സംവിധാനം തുടങ്ങിയേക്കണത്. അപ്പോൾ ഉദ്ഘാടനം ടെലികോം മന്ത്രി അശ്വിനി വൈഷ്ണവ് നിർവഹിച്ചതാണ് കേട്ടോ. അപ്പോൾ ജോലി വാഗ്ദാനം നൽകി, പിന്നെ ലോട്ടറി, മൊബൈൽ ടവർ സ്ഥാപനം അങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ സമീപിക്കാറുണ്ട്. ഒരു നിക്ഷേപ പദ്ധതികളായിട്ടും ബാങ്ക് അക്കൗണ്ട് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. വ്യാജ കോളും പിന്നെ മെസ്സേജൊക്കെ വരും. അങ്ങനെ ഒക്കെ ഉള്ള സൈബർ തട്ടിപ്പ് ഇതുണ്ട്. പിന്നെ നമ്മുടെ പണമൊക്കെ നഷ്ടമാകെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ cybercrime.government.in എന്ന പോർട്ടലിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ചഷു എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ചഷുവിലൂടെ അറിയിക്കണം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ sanjarsaadi.government.in/SFC ഈ ലിങ്കിൽ കയറി നമുക്ക് പരാതിയൊക്കെ രജിസ്റ്റർ ചെയ്യാം കേട്ടോ. അപ്പോൾ തട്ടിപ്പ് കോൾ ഏത് വഴിയാണ് ലഭിച്ചതെന്നും ഒക്കെ നമുക്ക് വ്യക്തമാക്കണം. പിന്നെ അതിൻ്റെ സ്വഭാവം വ്യക്തമാക്കാം. വ്യാജ കസ്റ്റമർ കെയർ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ, നമ്മളെ വിളിക്കും. പിന്നെ പരാതിയുടെ വിവരവും പേര്, സ്ക്രീൻഷോട്ട് തുടങ്ങിയൊക്കെ നമ്മൾ അതിൽ ഷെയർ ചെയ്യണം ഇതിൽ കയറിയിട്ട്. അപ്പോൾ കോൾ മെസ്സേജ് ലഭിച്ച നമ്പറും നൽകണം. പിന്നെ OTP കിട്ടും. നമുക്ക് അതിലൂടെ നടപടിക്രമമൊക്കെ പൂർത്തിയാക്കാം. അപ്പോൾ ഞങ്ങളുടെ ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ.
അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഞാൻ കുറേ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണിച്ചില്ലേ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വരാട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുള്ളത്, ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.